ന്യൂസ് റൂം ലൈവ് തുടരുന്നു. കെ മുരളീധരൻ കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 7 ദിവസം കഴിഞ്ഞാൽ സ്വയം പറയാം നെഗറ്റീവ് ആയിട്ടുണ്ടാവും. ചെല്ലുമ്പോൾ ഡോക്ടേഴ്സും പറയുന്നതാണ് 7 ദിവസം കഴിഞ്ഞില്ലേ പേടിക്കണ്ടാവും. ഈ രീതിയിൽ പോയാൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ കോവിഡൊക്കെ കുറഞ്ഞു, 15,000 വരെ പോയിട്ടുണ്ടാവും. നമുക്കിവിടെ 3,000, 4,000 വന്നപ്പോൾ ഡൽഹിയിൽ 15,000 വരെ പോയിരുന്നപ്പോൾ താഴോട്ട് പോയി. കാരണം അവിടെ കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ടാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അധികം കുറച്ച് റിലാക്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ ലെഫ്റ്റനന്റ് ഗവർണർ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഏതായാലും മുഖ്യമന്ത്രി നാളെ തിരിച്ചു വരികയാണ്. ഇവ ചാർജ് കൊടുക്കുന്ന പ്രശ്നവുമില്ല. പക്ഷെ അടിയന്തരമായി ചെയ്യേണ്ടത് കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്താനും ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ പോയി ക്വാറന്റൈനിൽ കഴിയുന്നവർ അത് പാലിക്കുന്നുണ്ടോ, മരുന്ന് ആവശ്യമുള്ളവർക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം, അതുപോലെ തന്നെ അടിയന്തരമായിട്ട് കിറ്റ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ഇലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കിറ്റുകളില്ല. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സമൂഹ അടുക്കള തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തുറക്കാനുള്ള ഒരു ലക്ഷണം ഇതുവരെ ഉണ്ടായി. കാരണം തുറക്കേണ്ടത് ലോക്കൽ ബോഡീസാണല്ലോ, അവരേതാണ്ട് കുത്തുവാളെടുത്തിരിക്കുക. അപ്പോൾ അവരെ സാമ്പത്തികമായിട്ട് സർക്കാർ സഹായിച്ചാൽ മാത്രമേ ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. കാരണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സാമ്പത്തിക പ്രയാസത്തിലാണ് ഇപ്പോൾ. കാരണം 2 വർഷമായിട്ട് കോവിഡിന്റെ പ്രവർത്തനങ്ങൾ. ഇതിനു പുറമെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൊക്കെ ഒരു പങ്ക് കൊടുക്കുന്നത് പഞ്ചായത്തുകളാണ്. ഇവിടെ ആരുടെ പദ്ധതിയാണെന്നുള്ളതിനെ കുറിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലടിക്കുമ്പോൾ ശരിക്ക് ഒരു പങ്കുള്ളത് ലോക്കൽ ബോഡിയാണ്. സംസ്ഥാനത്തിന്റെ കോവിഡ് നിയന്ത്രണങ്ങളെക്കുറിച്ച് ഈ വിധത്തിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് മുരളീധരൻ വിമർശിക്കുന്നത്.